TV ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് 2025 റെഡ് കാർപ്പറ്റിൽ നമ്മൾ നിൽക്കുമ്പോൾ മറ്റൊരു അവാർഡ് നേടിക്കൊണ്ട് വെറൈറ്റി ഓഫ് ഫാർമർ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് സുജിത്ത് അല്ലേ? ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻ. അവാർഡ് കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു സന്തോഷം പ്രേക്ഷകർക്ക് കൂടി ഒന്ന് പറയോ? തീർച്ചയായിട്ടും അമൃത ചാനലിൽ ഒരു അവാർഡ് വന്നപ്പോഴേറെ സന്തോഷം. കാശ്മീരില് തുടങ്ങിയ നാൾ മുതൽ അമൃതയുടെ സപ്പോർട്ട്, ടിവിയുടെ സപ്പോർട്ട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 10-ൽ പരം വീഡിയോസ് എന്നെ കുറിച്ച് തന്നെ സ്റ്റോറി ആയിട്ട് പലപ്പോഴും ഈ കഴിഞ്ഞ മാസം വരെ നല്ല സ്റ്റോറി കാർഷിക മേഖല തുടക്കം മുതൽ സപ്പോർട്ട് ചെയ്ത ചാനലാണ് അമൃത. അപ്പൊ ഒരു അവാർഡ് കിട്ടിയപ്പോഴേ ഏറ്റവും സന്തോഷം. അല്ലെ, ഈ വെറൈറ്റി ഫാർമർ എന്നുള്ള പേരിടാനുള്ള പ്രചോദനം അതെവിടെ നേരുന്നു? വെറൈറ്റി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ കൊച്ചിനെ പഠിക്കുന്ന സമയത്ത് കാർഷിക മേഖലയിലുണ്ട്. അപ്പൊ അതിനുശേഷം പല പല ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് വലിയ പ്രതിസന്ധിയുള്ള സമയത്താണ് കാർഷിക മേഖലയിലേക്ക് രണ്ടാമത് വരുന്നത്. ജീവിതത്തിൽ ഏറ്റവും വലിയ റിസ്ക് ആ നിമിഷം എടുക്കാൻ തോന്നിയ ഒരു ധൈര്യം ആണ്. ഒരുപാട് പേര് വീട്ടുകാരും നാട്ടിൽ ഉൾപ്പെടെ ഫുൾ എതിർത്താണ്. അതായത് ഒരു പ്രൈവറ്റ് ഫാമിലി ആയാലും അത്യാവശ്യം നല്ല വിനയത്തിലാണ് നടന്നിരുന്നത്. അപ്പൊ അതിനുശേഷം ഒന്ന് പെട്ടെന്ന് തന്നെ കാർഷിക മേഖലയിലേക്ക് വരുമ്പോൾ വേഷം ഫുള്ള് മാറിയാണ്. അപ്പൊ വലിയൊരു റിസ്ക് ആയിരുന്നു അത്. റിസ്ക് എടുക്കുമ്പോൾ നമുക്ക് അതിന് വലിയൊരു ധൈര്യം വേണമല്ലോ. ആ റിസ്ക് എടുത്തപ്പം വേറെ ഒരു മാർഗ്ഗമില്ല, ഇത് വിജയിപ്പിച്ചേ പറ്റത്തുള്ളൂ. എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചു. അപ്പൊ അതുകൊണ്ടാണ് 2017 വന്നിട്ട് ഇപ്പൊ ഇവിടെ നിൽക്കുന്നവര് നമ്മള് ചെറിയ ചെറിയ പരാജയങ്ങളാണെങ്കിൽ പോലും അത് കവർ ചെയ്ത് വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുള്ളത്. എടുത്ത ആ റിസ്കിന്റെ ചെറിയ ചെറിയ ഫലങ്ങളൊക്കെ നമ്മൾ കർഷകൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു രൂപമുണ്ട്. നമ്മൾ ചെറുതിലെ സ്കൂളിലെ ബുക്കുകളിലും സിനിമകളിലും കണ്ടുവന്ന് മുണ്ടും വെള്ള കളർ ചെടിയൊക്കെ പോരേണ്ട ഷർട്ടും തലയിൽ ഒരു കെട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെയാണോ പറമ്പിൽ ഇപ്പോഴും നിൽക്കുന്നത്? ഇപ്പൊ എനിക്ക് ഇപ്പോഴും മാസികയിലൊക്കെ കൂടുതൽ അങ്ങനെയുള്ള ചിത്രങ്ങളാണ് വരുന്നത്. അത് മാറ്റം വരുത്തേണ്ട സമയം കഴിഞ്ഞില്ലേ? ഉറപ്പായിട്ടും കഴിഞ്ഞു. ഞങ്ങളുടെ രീതി മാറ്റം വരുത്തിയാൽ മാത്രമേ യുവാക്കളൊക്കെ കാശ്മീരിലേക്ക് കൂടുതലായിട്ട് കടന്നു വരുന്നുള്ളൂ. അങ്ങനത്തെ ഒരു വേദി കൂടി ആട്ടെ ഈ ഒരു അവാർഡ് ചടങ്ങ്. കൃഷിക്കാരെ സംബന്ധിച്ചുള്ള ഒരു നല്ലൊരു അവാർഡിനെ പരിഗണിക്കുമ്പോൾ അല്ലെ, ഇത്ര വലിയ പ്രധാനപ്പെട്ട ആൾക്കാരുടെ കൂടെ പരിഗണിക്കുമ്പോൾ ഏറ്റവും നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ദിവസമാണ്. അതെ, ഈ പുതിയതായിട്ട് യുവ ജനറേഷനിലുള്ള ആൾക്കാർ കയറി വരണം എന്ന് പറഞ്ഞല്ലോ. കാരണം കൂടുതൽ ആൾക്കാർ കുറച്ചുകൂടി ഒരു ഹൈ ലെവലിലുള്ള ജോലികൾ നോക്കി പോകുമ്പോ ആദ്യമായിട്ട് ജീവിതത്തിലെ കർഷകനാണ് ഞാൻ ഇനി ആ മേഖലയാണ് തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞപ്പോ വീട്ടിൽ നിന്നുണ്ടായ എതിർപ്പ് ഉണ്ടാവില്ല? ഭയങ്കര എതിർപ്പായിരുന്നു. പക്ഷെ ഇപ്പൊ അവരൊക്കെ നന്നായിട്ട് കൈയടിക്കുന്ന ഒരു ടൈമാണ്. ഇപ്പൊ കാർഷിക മേഖലയൊക്കെ തുടങ്ങിയ സമയത്ത് ഒരുപാട് പ്രതിസന്ധി. ഇപ്പൊ കാർഷിക മേഖല ലോകത്ത് എല്ലായിടത്തും കാർഷിക മേഖല പ്രതിസന്ധി ഉണ്ട്. പക്ഷെ റിസ്ക് എടുത്ത് അതിന്റെ ഒപ്പം നിന്ന് അന്ന് പോലെ ഇന്ന് പോലെ അതിനൊപ്പം നിൽക്കുകയാണ്. ഇപ്പൊ സ്റ്റാർട്ടിംഗ് സമയത്തൊക്കെ ഒരു 16 മണിക്കൂറൊക്കെയാണ് വർക്ക് ചെയ്യണത്. ഇപ്പൊ വർക്കിന്റെ കുറച്ചിട്ട് കൂടുതൽ ആൾക്കാർ വെച്ചുകൊണ്ടുള്ളൊരു രീതിക്കാണ് കൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാത്രമല്ല ഇപ്പൊ ഞാൻ അടുത്തൊരു കാലത്ത് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ ഇപ്പൊ യുവാക്കൾ കാർഷിക മേഖല കറക്റ്റ് കടന്നു വരുന്നില്ല. അല്ല, ഇപ്പൊ തന്നെ നമ്മൾ ഒരു കർഷകൻ എന്ന് പറഞ്ഞാൽ കൂടുതലും ഒരു 50 വയസ്സ് 60 വയസ്സുള്ള ആൾക്കാരാണ് ഒരു മനസ്സിൽ കാണുന്ന ഒരു മുഖം. അതാണ് ഓപ്പർച്യൂണിറ്റി. വ്യത്യസ്തമായ മേഖല സഞ്ചരിക്കുമ്പോഴാണ് കൂടുതൽ വിജയങ്ങൾ ഉണ്ടാവുന്നത്. നല്ല റിസ്ക് എടുക്കുകയും കൂടെ ചെയ്യുമ്പോൾ നല്ല വിജയങ്ങൾ ഉണ്ടാവും. എന്നാലേ വിജയിക്കും. അത്രേ ഉള്ളൂ, ഉറപ്പായിട്ട് റിസ്ക് എടുക്കുക. ഓക്കെ, അപ്പോ നമുക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാല് ഈ കച്ചവടം അല്ലെങ്കിൽ കർഷകം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു തോട്ട് ഭയങ്കര ഡിഫറെന്റാ. സാധാരണ കർഷകൻ എന്ന് പറഞ്ഞാൽ പറമ്പിൽ മാത്രം കാണുന്ന ആൾക്കാരാ, പിന്നെ അത് മാർക്കറ്റിലോട്ട് എത്തുന്നില്ല. അതെങ്ങനെയാ കണക്ട് ചെയ്തപ്പോ? കർഷകൻ എപ്പോഴും പരാജയപ്പെടുന്ന ഒരു മേഖല മാർക്കറ്റിംഗ് ആണ്. ഞാൻ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിലും മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ സഞ്ചരിക്കുമ്പോൾ അവരൊക്കെ എന്തെങ്കിലും കിട്ടുന്ന വില കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ വിലക്ക് കേരളത്തിൽ കൃഷി ഇത്ര എക്സ്പെൻസീവ് ആയിട്ട് കൃഷി ചെയ്തിട്ട് നമ്മൾ അത്ര പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി വെച്ച് കൃഷി ചെയ്യുമ്പോൾ നമുക്കത് ആ വില കൊടുത്താൽ നമുക്ക് മുതലാകത്തില്ല. അപ്പൊ അതിനനുസരിച്ചുള്ള മാർക്കറ്റിംഗ് സ്ട്രക്ചർ നമ്മൾ പല രീതിയിലും നമ്മൾ അവതരിപ്പിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ദിവസം എന്ന് വെച്ചാൽ ചീര കുറച്ച് കൂടുതൽ വെക്കാറുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ ഒരു ടെക്നോളജി എന്റെ ഓടി കാറില് ചീര വെക്കാൻ പോയി എന്നുള്ളതാണ്. അത് ദേശീയ മാധ്യമങ്ങൾ ഫുൾ അത് കവർ ചെയ്ത് ഭയങ്കര വാർത്തയായിരുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് ഏറ്റവും കൂട്ടിയ ഒരു മൈലേജ് ആണ്. ഇതൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള തോട്ടാണ് കേട്ടോ. ഓടി കാറിൽ ചീര വെക്കാനൊക്കെ ആരെങ്കിലും പോകുന്ന വിചാരിക്കോ? ആ കാറും കൊണ്ട് വേറെ എവിടെയെങ്കിലും പോകാനേ വിചാരിക്കത്തുള്ളൂ. അപ്പം ഈ കർഷകനല്ലാതെ വേറെ എന്തൊക്കെ കലാപരിപാടികളാണ് താങ്കളുടെ? ഇപ്പൊ ഫുൾ ടൈം കാർഷിക മേഖലയിലാണ് നിൽക്കുന്നത്. പിന്നെ 2015 ഫേസ്ബുക്ക് എന്നുള്ള പ്ലാറ്റ്ഫോം തുടങ്ങിയത്. ഇപ്പൊ സോഷ്യൽ മീഡിയ വരുമാന സാധ്യതയുള്ള മേഖലയാക്കിയിട്ട് ഇപ്പൊ ഒരു 4-5 വർഷമായുള്ളൂ. മാർക്കറ്റിംഗ് ആണ് എന്റെ പ്രധാന സാധനം. നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മിച്ചം വന്നെങ്കിൽ സോഷ്യൽ മീഡിയ വഴി മാർക്കറ്റ് ചെയ്യാനുള്ള ടൂളാണ് സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോമുകളെ ഉപയോഗിക്കുന്നത്. വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ഇത് ആഗ്രഹമുള്ളവർ അത് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള അംഗീകാരങ്ങൾ നിങ്ങൾക്കും കിട്ടും. വലിയൊരു ഇൻസ്പിറേഷൻ ആണ് കേട്ടോ. അപ്പൊ എന്താണെങ്കിലും once again congratulations. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാറട്ടെ.